ഇത് നമ്മുടെ ജില്ലയിൽ അല്ലെങ്കിൽ സംസ്ഥാനത്ത് ആദ്യമായി നടപ്പാക്കി വിജയിച്ചൊരു പ്രദേശമുണ്ട്. അത് വിനയേന്ദ്ര മാഷ് വരുന്ന പയ്യന്നൂരാണ്. മാഷും ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ വായനായനം എന്ന് പറഞ്ഞ ഒരു പദ്ധതി നടപ്പാക്കി. കഴിഞ്ഞ സെപ്റ്റംബർ മാസം തുടങ്ങി. അവിടെ പയ്യന്നൂർ താലൂക്കിൽ 250 ലൈബ്രറിയുള്ളത്. അവരെന്താ ചെയ്തെന്നറിയും? ഓരോ വായനശാലയുടെ പരിധിയിലും 10 വായനക്കൂട്ടങ്ങൾ രൂപീകരിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്ന 2 വായനക്കൂട്ടങ്ങളും ഈ പ്രദേശത്ത് രൂപീകരിക്കാൻ പറ്റുമോ എന്നുള്ളത് ഈ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നിങ്ങൾ ചിന്തിക്കണം. അവരെന്താ ചെയ്തെന്നറിയും? ഒരു വായനശാലയുടെ പരിധിയിൽ 10 വായനക്കൂട്ടങ്ങൾ. ഓരോ വായനക്കൂട്ടവും ഒരു മാസത്തിൽ ഒരു ദിവസം പുസ്തക അവതരണം നടത്തണം. എങ്ങനെ അവർ ചെയ്യാം? ഏതെങ്കിലും ഒരു വീട്ടിൻ്റെ മുറ്റത്ത് ഒരു 10-40 വീടുകൾ കേന്ദ്രീകരിച്ച് ഒരു വീട്ടിൻ്റെ മുറ്റത്തിരുന്ന് വൈകിട്ട് 7 മണിക്കാണ് കേട്ടോ, 7 മണി മുതൽ 9-9:30 വരെയാണ്. ഇങ്ങനെ ഒരാൾ പുസ്തകം അവതരിപ്പിക്കുന്നു, അതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നു. 6 മാസം ഇങ്ങനെ തുടർന്നു. ഒരു വായനശാല 6 മാസം കൊണ്ട് 250 വായനശാല 15,000 പുസ്തകങ്ങളാണ് അവിടെ അവതരിപ്പിച്ചത്. നോക്കണേ, 15,000 പുസ്തകം. 5 ലക്ഷം പേരാണ് അതിൽ ഈ 6 മാസക്കാലായി ഈ വായനായനം വീട്ടുമുറ്റത്ത് നടക്കുന്ന പുസ്തക ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അവിടെ മാത്രം നിന്നില്ല കേട്ടോ, സ്കൂളുകളിലേക്ക് പോയി. UP സ്കൂളുകൾ, ഹൈസ്കൂളുകൾ, മറ്റു സ്കൂളുകൾ ഒക്കെ കുട്ടികൾ വായിക്കുന്ന തലത്തിലേക്ക്, കൂടുതൽ വായിക്കുന്നതിലേക്ക്. ആ കുട്ടികൾ വായിക്കൽ മാത്രമല്ല, കുറിപ്പ് തയ്യാറാക്കുന്നു, അത് അവതരിപ്പിക്കുന്നു, സ്കൂളിലുള്ള അധ്യാപകർ അത് നോക്കുന്നു. ഇങ്ങനെയൊക്കെ വായനയുടെ വലിയൊരു തരംഗം ഉണ്ടാക്കുന്നതിന് വേണ്ടി വലിയ പ്രവർത്തനങ്ങൾ കണ്ണൂർ ജില്ലയിൽ ഒരു താലൂക്കിൽ ഇപ്പോഴും നടന്നു കഴിഞ്ഞു. നമ്മുടെ വായനശാലകൾ, ഗ്രന്ഥാലയങ്ങൾ സജീവപ്പെടുത്തേണ്ടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് നമുക്കെടുത്ത് പരിശോധിച്ചാൽ നമ്മൾ അഭിമാനത്തോടു കൂടി, നേരത്തെ വിജയേട്ടൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടാവും, നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നതും നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ വായനശാലകളുള്ള ഒരു ജില്ലയായി നമ്മുടെ ജില്ലയെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം വായനശാലകൾ വർദ്ധിക്കും തോറും വലിയ മാറ്റാണ് ആ നാടിനകത്ത് ഉണ്ടാവുന്നത്. അത് പഴയ കാലഘട്ടം മുതൽ നമുക്കറിയാം. വായനശാലകൾ എന്ന് പറഞ്ഞാൽ ആ നാടിനകത്തുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനും വേണ്ടിയുള്ള ഒരു ഇടമായിട്ട് വായനശാലകൾ പഴയ കാലഘട്ടം മുതൽ മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതോടൊപ്പം നമ്മുടെ നാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമായി, ഒരു നട്ടെല്ലായി വായനശാലകളെ നമ്മൾ കാണുകയാണ്. എല്ലാ മേഖലയിലുമാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അത് വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, മറ്റ് വികസന രംഗത്തുമെല്ലാം ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് ഓരോ പ്രവർത്തനമെടുത്ത് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും. വിദ്യാഭ്യാസ മേഖലയിലടക്കം ഇടപെടുമ്പോൾ നമ്മുടെ നാടിനകത്തുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ മാറ്റാണ്, പ്രോത്സാഹനമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നത്. അതോടൊപ്പം നമുക്ക് ഇന്നത്തെ ഈ ഒരു വാർഷികം ആഘോഷിക്കുന്ന കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതീക്ഷകളും ഒപ്പം ആശങ്കയും സമ്മിശ്രമായിട്ടുള്ള ഒരു കാലമാണ്. വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിനാകെ മാതൃകയായി തീരുന്ന നിലയിലേക്ക് വ്യത്യസ്തമായ പ്രവർത്തനങ്ങളോടുകൂടിയാണ് നമ്മുടെ കേരള ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടിനകത്തുള്ള സാധാരണക്കാരായ ആളുകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ
അതിദരിദ്രരില്ലാത്ത ഒരു നാടായി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ നേരത്തെ വായനശാലകളുടെ എണ്ണം എടുത്തു പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജില്ലയ്ക്ക് അഭിമാനിക്കത്തക്ക വിധത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ അതിദരിദ്രരിൽ നിന്നും മുക്തരാക്കപ്പെട്ട ഒരു ജില്ലയായി ഇപ്പം നമ്മുടെ ജില്ല മാറിയിട്ടുണ്ട്. 100% എത്തുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രവർത്തനമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരിശോധിക്കുമ്പോൾ നമുക്ക് ഏറെ സന്തോഷകരമായ പ്രതീക്ഷ നൽകുന്ന അനുഭവങ്ങളാണ് നമുക്ക് ഉണ്ടാവുന്നത് എന്നതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം വായനശാല എന്ന നിലയിൽ നാം ഏറ്റെടുത്ത് നടത്തിയ വലിയ ഒരു പ്രവർത്തനം എന്നത് മാലിന്യമുക്ത കേരളം എന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തിൽ വലിയ പങ്കാണ് വായനശാലകൾ വഹിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമായി നമ്മുടെ കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ മുന്നോടിയായി നമ്മുടെ ജില്ല ആ നിലയിലേക്കുള്ള പ്രഖ്യാപനം നടത്തി. അപ്പം നമ്മുടെ ജില്ല അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ മേഖലയോടൊപ്പം സ്ഥാപനങ്ങളോടൊപ്പം നമ്മുടെ വായനശാലയും അതിന്റെ ഭാഗമായിട്ട് വരികയാണ്. വലിയ പങ്കാണ് ഇതിന്റെ ഭാഗമായിട്ട് വായനശാല വഹിക്കുന്നത് എന്നതാണ്. അപ്പം വായനശാലയിലൂടെ നമ്മുടെ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളിലേക്കും ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രസക്തിയെക്കുറിച്ചും എത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ആ കാര്യം എടുത്ത് പരിശോധിച്ചാലും നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു ജില്ല എന്ന നിലയിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും മറ്റെല്ലാ മേഖലയെല്ലാം കൂടി ചേർന്ന് എടുത്തു പരിശോധിച്ചാൽ നമ്മുടെ കേരളത്തിൽ 1-ാം സ്ഥാനത്ത് നമ്മുടെ ജില്ല മാറിയിട്ടുണ്ട്. അതിൽ ജില്ലാ പഞ്ചായത്ത് എന്ന നിലയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുകൾ നിൽക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാം ആ ഒരു നിലയിലേക്ക് എത്തിച്ചേർന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജില്ലയിലെ എല്ലാ ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഒരു നേട്ടമായിട്ടാണ് അതിനെ കാണുന്നത്. ഞാനതിവിടെ സൂചിപ്പിക്കുന്നത്, നമുക്കറിയാം, നമ്മൾ ഇത്തരത്തിലുള്ള നേട്ടങ്ങളെല്ലാം നേടിയെടുക്കുമ്പോൾ വലിയ ഉത്തരവാദിത്തമാണ് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാവുന്നത്. ഇപ്പം കാസർഗോഡ് നിന്ന് വരുന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ പ്രത്യേകിച്ച് അദ്ദേഹം കടന്നു വരുമ്പോൾ ആ വഴികളിലൂടെ കടന്നു പോകുമ്പോഴാണ് ശ്രദ്ധിക്കുക, കണ്ണൂർ ജില്ലയെ ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും മാലിന്യമുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രദേശത്തെ ഇനിയും ഇത്തരത്തിലൊരു മാലിന്യവും ഇല്ലാത്ത നിലയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം നമ്മുടെ നാട് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും വായനശാല എന്ന നിലയിൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ വായനശാലയുടെ പരിധിയിൽ എവിടെയും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഇനി ഭാവിയിൽ തുടർന്നും ഉണ്ടാവാതിരിക്കുന്നതിനുള്ള നല്ല ഇടപെടൽ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവണം എന്നതുകൂടി അവസരം അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രതീക്ഷകളോടൊപ്പം ആശങ്കകളും നമ്മുടെ മുന്നിലുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ ഇവിടെ വളരെ വിശദമായി തന്നെ എഴുത്തുകാരനും അതുപോലെ തന്നെ നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ പ്രഭാഷകനടക്കം സൂചിപ്പിക്കും. ഇന്ന് നാം നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് ലഹരിയുടെ ഉപയോഗം എന്നുള്ളത്. അപ്പം അതിനെയും നമുക്ക് ഇല്ലാതാക്കുക എന്നുള്ളത് വായനശാലകൾക്കാണ് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ വേണ്ടി കഴിയുന്നത്. നമുക്കറിയാം, കൊറോണ കാലത്ത് നമ്മുടെ വായനശാലകളെല്ലാം അടിച്ചുപൂട്ടിയ ഘട്ടത്തിൽ പൊതു ഇടങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഇല്ലാതിരുന്ന ആ ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള ലഹരി മാഫിയകൾ നമ്മുടെ കുട്ടികളെ ഇതിന്റെ ഭാഗവാക്കാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഇടപെടൽ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പം അതിനെയെല്ലാം അത്തരത്തിലുള്ള വലിയ വെല്ലുവിളിയെ അടക്കം അതിജീവിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ മുന്നോട്ട് നിൽക്കുന്നുണ്ട് എന്ന് അഭിമാനിക്കും തോറും ഇത്തരത്തിലുള്ള ചെറിയ ആശങ്കകൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ ആ ആശങ്കയെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നമുക്ക് ഏറ്റെടുക്കേണ്ടത്. അത് വായനശാലയിലൂടെയാണ് നമുക്ക് സാധിക്കുക എന്ന് ഞാൻ പറയാനുള്ള കാരണവും ഇതുപോലെ നമ്മൾ വായനശാലയിൽ വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് അത് കലാപരിപാടികളായാലും അതുപോലെ തന്നെ കായിക മേഖലയിലും നമ്മുടെ കുട്ടികളെ, നമ്മുടെ യുവജനങ്ങളെ സജീവപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിലെ എല്ലാ ആളുകളെയും അതിന്റെ ഭാഗവാക്കാക്കി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ഒരു മാഫിയക്കും അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി എതിർത്ത് കടന്നു കയറുന്നതിന് വേണ്ടി സാധിക്കില്ല. ആ നിലയിൽ നമുക്ക് വലിയൊരു മാറ്റം നമ്മുടെ നാടിനകത്ത് ഉണ്ടാക്കിയെടുക്കുന്നതിന് കൂടി സാധിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല.
ഈ വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട്, കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ അടക്കം നടക്കേണ്ടതായിട്ടുണ്ട്. ഈ വാർഷികാഘോഷത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മികച്ച സ്പോർട്സ് സംഘാടകനും മയ്യിൽ ക്രിക്കറ്റിന്റെ അമരക്കാരനും അതുപോലെ തന്നെ ഒളിമ്പിക്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയുമായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ബാബു പണ്ണേരി. നിറഞ്ഞൊഴുകുന്ന ലോകവിസ്മയങ്ങളിൽ അന്തം വിട്ട് കണ്ണീരൊലിപ്പിച്ച് വിസ്മയിച്ചിരിക്കുന്ന ആളുകൾ വീട്ടിനകത്ത് നിൽക്കുന്നു. പുറം ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത തരത്തിൽ അവനവന്റെ ഈ മനോവ്യാപാരത്തിൽ മാത്രം ഒഴുകുന്ന ആളുകളായിട്ട് ഈ പ്രബുദ്ധ കേരളത്തിലെ മനുഷ്യർ പോലും മാറുന്നു എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടെ കാണുന്നു. അതിൽ നിന്ന് ഒരു വിടുതലാണ് നമ്മുടെ വായനശാല മുറ്റത്ത് ഇതുപോലെ ഒരു സായം സന്ധ്യയിൽ ഇത്രയും ആളുകൾ പ്രധാനപ്പെട്ട കലാപരിപാടികൾ ഒന്നുമില്ലാതിരുന്നിട്ടും ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നു എന്ന കാര്യം. ഈ ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങളെങ്ങനെ വായനശാലയിലേക്കൊന്നും പോണ്ട, നിങ്ങൾ ക്ലബിലേക്കൊന്നും പോണ്ട, നിങ്ങൾ അടുത്ത വീട്ടിലേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി പോണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങളുടെ വീട്ടിലിരുന്നാൽ കിട്ടില്ലേ? ഈ സാധനം സ്ഥലമില്ലേ? ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് കണ്ണും വിരലും മാത്രം മതി നിങ്ങൾക്ക്. കണ്ണെന്തിനാ ഇതൊക്കെ കാണാൻ? വിരലെന്തിനാ? ഒന്നുകിൽ റിമോട്ടിൽ പ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ മൗസിൽ ക്ലിക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഫോണിൽ ടച്ച് ചെയ്യാൻ. ഏഴാച്ചേരിയുടെ ഒരു കവിതയുണ്ട്, കണ്ണും വിരലും മാത്രം. ഇത് മതി ഇന്നത്തെ ലോകത്ത് ജീവിക്കാൻ, ഇല്ലേ? ഭക്ഷണം പോലും ഇതിലൊന്ന് തൊട്ടാൽ വീട്ടിലെത്തൂലേ? വാതിൽ വന്ന് മുട്ടും, ഇതാ നിങ്ങൾക്കുള്ള ഭക്ഷണം. ഇതല്ലേ കാലം? ഇങ്ങനെ ഒരു കാലത്ത് മനുഷ്യർ തമ്മിലുള്ള ബന്ധം കുറയുന്നു. അടുത്ത വീടുമായിട്ട്, തനി നാട്ടിൻ പ്രദേശത്ത് പോലും അടുത്ത വീടുമായിട്ടുള്ള ബന്ധങ്ങൾ ഇന്ന് വളരെ വളരെ കുറവാണ്. ഞങ്ങളൊക്കെ വരുന്നത് തനി നാട്ടിൻ പുറത്താണ് ഞങ്ങളുടെ വീടൊക്കെ. ഇവിടെയും അത് നാട്ടിൻ പുറത്തിന്റെ സൗകുമാര്യമുള്ള സ്ഥലമാണ്. വീടുകൾക്കൊക്കെ ചുറ്റും മതിലുകളാണ്. പഴയ കാലത്ത് ഒരു ചെറിയ കയ്യാല മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ ഭാഗത്ത് എന്താ കയ്യാലൊക്കെ പറയാന്നറിയില്ല. മണ്ണ് കൊണ്ട് കിട്ടുന്ന അധികം ഉയരമില്ലാത്ത ഒരു ചെറിയ മതിൽ. ചാടിക്കടക്കാം ആണിനും പെണ്ണിനും കുട്ടികൾക്കൊക്കെ. അടുത്ത വീട്ടിലേക്ക് ഒരു ചെറു പാത്രവുമായിട്ട് ഉച്ചക്ക് പോയ ഓർമ്മ എന്റെ മനസ്സിലുണ്ട്. നാരായണേട്ടി കുറച്ച് സാമ്പാർ ഉണ്ടെങ്കിൽ തന്നെ എന്ന് അമ്മ പറഞ്ഞേക്കും. നമ്മൾ കുട്ടികൾ പാത്രം എടുത്തിട്ട് അപ്പുറത്തേക്ക് പോകും. കറി മാത്രമല്ല, തീ വാങ്ങാൻ പോകാറുണ്ടായിരുന്നു. ആരുടെങ്കിലും ഓർമ്മയിലുണ്ടോന്ന് അറിയില്ല. തീക്കനൽ ചകിരിയിൽ വെച്ചിട്ട് അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നൊരു കാലം നമ്മുടെ ഓർമ്മയിലുണ്ട്. ഇന്ന് നമ്മുടെ കുട്ടികൾ എന്താ പറയാ? ഇങ്ങനെ ഒരു കാലഘട്ടത്തെ മറികടന്നിട്ടാണ് ഈ ലോകം വെളിച്ചത്തിലേക്ക് വന്നത്. ഈ ഓർമ്മകളാണ് മനുഷ്യരെ മനുഷ്യരാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, അല്ലേ? സച്ചിദാനന്ദ മാഷ് ഒരു കവിതയിൽ എഴുതുന്നുണ്ട്, ഓർമ്മയിൽ കാടുള്ള മൃഗം എളുപ്പം മെരുങ്ങുകയില്ല. ഓർമ്മയിൽ കാടുള്ളവരായിട്ട് എല്ലാവരും മാറേണ്ടുന്ന, ബോധപൂർവം നിലനിൽക്കേണ്ടുന്ന ഒരു കാലമാണിത്. നമ്മുടെ ഓർമ്മകളെയൊക്കെ, നമ്മുടെ ചരിത്രബോധത്തെയൊക്കെ, നമ്മുടെ സാംസ്കാരിക ബോധങ്ങളെയൊക്കെ ആരൊക്കെയോ ചേർന്ന് മായ്ച്ചു കളയുകയും നമ്മളെയൊക്കെ ഒറ്റയൊറ്റ മനുഷ്യക്കോലങ്ങൾ മാത്രമാക്കി അധപ്പതിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ്. മുതലാളിത്തം അതിന്റെ സർവ്വ സാമഗ്രികളും ഉപയോഗിച്ച് മനുഷ്യനെ ഒറ്റയൊറ്റ ജീവികളാക്കി മാറ്റുന്നു. KGS ഒരു കവിതയുണ്ട്, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നെങ്കിൽ എന്തിനു വേണ്ടി ആയിരിക്കണം എന്നറിയോ? അത് സൂപ്പർ മാർക്കറ്റിലേക്ക് ആയിരിക്കണം. റൊട്ടിയും മുട്ടയും തേങ്ങയും വാങ്ങണം, പെട്ടെന്ന് വീടെത്തി ലോകത്തെ പുറത്തിട്ടടക്കണം എന്നാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വായനശാലയിൽ പുസ്തകം എടുക്കാനാവരുത്, വായനശാലയിലെ പ്രസംഗം കേൾക്കാനാവരുത്, വായനശാലയിലെ നാടകം കാണാനോ ഡാൻസ് കാണാനോ പുല്ലാപ്പുഴകൾ കേൾക്കാനാവരുത്. നിങ്ങൾ പോകേണ്ടത് നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ എവിടേക്ക്? കടയിലേക്ക്, സൂപ്പർ മാർക്കറ്റിലേക്ക്. അവിടെ പോയിട്ട് റൊട്ടിയും മുട്ടയും തേങ്ങയും വാങ്ങണം, പെട്ടെന്ന് വീടെത്തി ലോകത്തെ പുറത്തിട്ടടക്കണം. ഇത് വാങ്ങുക, ഉടനെ തിരിച്ചു വരിക, വാതിലും ജനലും അടച്ച് ലോകത്തെ പുറത്താക്കുക. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ ഇന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബോധമെന്ന് പറയുന്നത്. എന്താ കാരണം? ഇന്ന് നമുക്കൊക്കെ സുഖമായി ജീവിക്കാൻ കഴിയുന്നുണ്ട്. ആരെയും പേടിക്കണ്ട, സ്വന്തം വരുമാനം. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇതുപോലെ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാവുന്ന ഒരു പന്തലുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. എല്ലാവർക്കും ഇതുപോലെ അടുത്തടുത്ത കസേരകളിൽ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് ഇഷ്ടമുള്ള വഴികളിലൂടെ നടന്നു വന്ന് തൊട്ടുരുമി ഇരിക്കാൻ കഴിയുമായിരുന്നു.
നമ്മുടെ മക്കൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നോ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മുടെ കേരളത്തിൽ? വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ച ആ കേരളത്തെ നമ്മുടെ പൂർവ്വസൂരികളായ മനുഷ്യർ വായനശാല സ്ഥാപിച്ചും കലാസമിതികൾ സ്ഥാപിച്ചും പൊതുപ്രസ്ഥാനങ്ങൾ ഉപയോഗപ്പെടുത്തിയും നാട്ടുകാരെ സംഘടിപ്പിച്ചും കഥയും കവിതയും നോവലും നാടകവും കഥാപ്രസംഗങ്ങളും ആവിഷ്കരിച്ചും ഈ നാട്ടിന്റെ മണ്ണിനെയും മനസ്സിനെയും ഉഴുതുമറിച്ചിട്ടാണ് ഒരു പുതിയ കേരളം ഉണ്ടാക്കിയത്. വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ച കേരളത്തെയാണ് 50കളിൽ വൈലോപ്പിള്ളി വിളിക്കുന്നത് നാനാജാതി മതസ്ഥർക്കും ഏകം നാഗം തീർത്തൊരു കേരളമേ. നാനാജാതി മതസ്ഥർക്കും ഏകം നാഗം തീർത്തൊരു കേരളമേ. നാഗം എന്ന് പറഞ്ഞ സ്വർഗ. നാനാജാതി മതസ്ഥരും സ്വർഗതുല്യമായി ജീവിക്കുന്ന ഒരിടമായിട്ട് കേരളം 50കളോടുകൂടി മാറുന്നു. ആ യാത്രയുടെ ഇങ്ങേയറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോഴോ പല തിരിച്ചടികളിലും നമ്മൾ ചെന്നുപെടുന്നു. തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കണം. ഇങ്ങനെ മനുഷ്യർ ഒരുമിച്ചിരിക്കുന്ന ഇടങ്ങൾ പുതിയ കാലത്ത് ബോധപൂർവ്വം നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. മനുഷ്യർ പരസ്പരം സംസാരിക്കുന്ന, പരസ്പര ആശ്രിതത്തോടെ ജീവിക്കുന്ന, ഇതിനെയൊക്കെ ഇല്ലാതാക്കാനുള്ള പ്രതിലോമ പ്രവണതകൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് കേരളം വലിച്ചെറിഞ്ഞ ജീർണവസ്ത്രങ്ങളൊക്കെ വീണ്ടും അലക്കി വെളുപ്പിച്ച് ഇസ്തിരിയിട്ട് ആരൊക്കെയോ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. നമ്മൾ തിരിച്ചറിയാതെ അത് ആവേശത്തോടു കൂടി വാങ്ങുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഈ രീതിയിൽ ആലോചനകളില്ലാത്ത, ചിന്തയില്ലാത്ത, എന്തിനേയും എളുപ്പത്തിൽ കൈനീട്ടി വാങ്ങുന്ന തരത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ലളിതമായി പാകപ്പെടുത്തുന്ന ഒരു പൊതുബോധത്തിന്റെ അടിമകളായിട്ട് നമ്മൾ മാറുമ്പോൾ വായനശാലകൾ നാട്ടിൽ നിർവഹിക്കേണ്ട ദൗത്യം അതിപ്രധാനമാകുന്നു. മനുഷ്യരുടെ ചിന്താശേഷി, മനുഷ്യന്റെ ചരിത്രബോധം, മനുഷ്യന്റെ രാഷ്ട്രീയ ബോധം, മനുഷ്യന്റെ സാമൂഹ്യ ബന്ധങ്ങൾ, ഇതിനെയൊക്കെ തന്നെ ഊട്ടിയുറപ്പിക്കുക എന്നത് പുതിയ കാലത്ത് വായനശാല പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൊടിപ്പടമായി മാറേണ്ടതുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, പുതിയ കാലത്ത് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണ്? ലഹരിയാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പഴയ കാലത്ത് അതിപ്രധാനമായ ഒരു കവിതയുണ്ട്, ഇടശ്ശേരി എഴുതിയ ഭൂതപ്പാട്ട്, നമുക്കറിയാം ഇല്ലേ? ആറ്റിൻ പക്കത്തെ മാളിക വീട്ടിൽ ആറ്റുനോറ്റി പിറന്ന ഉണ്ണി എഴുതാൻ പഠിക്കാൻ വേണ്ടി പോയതാ. പോകുന്ന വഴിയിലാണ് ഉണ്ണിയെ കണ്ട് കൊതി തോന്നിയത്. ആർക്ക്? ഭൂതത്തിന്. ഉണ്ണിയെ കിട്ടിയാൽ കൊള്ളാം എന്ന് ഭൂതത്തിന് തോന്നി. അങ്ങനെ ഉണ്ണിയെ കട്ടുകൊണ്ടുപോകാൻ ഭൂതം ഒരുങ്ങി. ഉണ്ണിയെ പ്രലോഭിപ്പിച്ച് വശംവദനാക്കാൻ വേണ്ടി ഭൂതം ഇങ്ങനെ ആലോചിച്ചു. ഉണ്ണി എന്റെ കൂടെ വന്നാൽ നിനക്ക് എന്തൊക്കെയോ കാഴ്ചകൾ കാണിച്ചു തരാം, നിന്നെ സന്തോഷിപ്പിക്കാം, നിന്നെ അത്ഭുതപ്പെടുത്തുന്ന എന്തോ സംഗതികൾ എന്റെ കയ്യിലുണ്ട്, വരൂ വരൂ എന്നൊക്കെ പറയും ഭൂതം. എന്താ വരി? ഇടശ്ശേരി എഴുതാണ്, ഓല എഴുത്താണികളെ കാട്ടിലെറിഞ്ഞിങ്ങണയു എന്നാണ്. ഉണ്ണി ഓലയും എഴുത്താണിയും കാട്ടിലെറിഞ്ഞ് എന്റെ കൂടെ വാ. പഠിക്കാൻ പോകുന്ന കുഞ്ഞിനെ വിളിക്കുന്നു. ഓലയും എഴുത്താണിയും കാട്ടിലേക്ക് എറിഞ്ഞു കളഞ്ഞ് എന്റെ കൂടെ വാ എന്ന് പറഞ്ഞു പ്രലോഭിപ്പിച്ചിട്ടാണ് ഉണ്ണിയെ കൊണ്ട് ഭൂതം പോകുന്നത്. സ്കൂളിൽ പോയ കുഞ്ഞ് തിരിച്ചു വരുന്നതേ കാണുന്നില്ല. അമ്മ തേടി ഇറങ്ങി. ഒടുവിൽ അമ്മക്ക് മനസ്സിലായി ഭൂതം പിടിച്ചുകൊണ്ട് പോയതാ. ഭൂതത്തിനടുത്ത് പോയിട്ട് അമ്മ പറഞ്ഞു, ഭൂതമേ എന്റെ ഉണ്ണിയെ തന്നോളണം. ഭൂതം കൊടുക്കുവോ? കൊടുക്കാൻ കൊണ്ടാണോ കൊണ്ടുപോയത്? അല്ല. അമ്മ പോകാൻ കൂട്ടാക്കിയില്ല, ഉണ്ണിയെ കിട്ടാതെ പോകില്ല. ഭൂതം വിചാരിച്ചു അമ്മേനെ ഒന്ന് പേടിപ്പിച്ച് ഓടിച്ചു കളയാം. സ്ത്രീയല്ലേ, വേഗം പേടിച്ച് ഓടിക്കോളൂ, ഉണ്ണിയെ സ്വന്തമായിട്ട് കിട്ടും. ഭൂതം എങ്ങനെ പേടിപ്പിച്ചത്? പേടിപ്പിച്ചോടിക്കാൻ നോക്കി ഭൂതം, പേടിക്കാതങ്ങനെ നിന്നാളമ്മ. കാറ്റിൻ ചുഴലിയായി ചെന്നു ഭൂതം, കുറ്റി കണക്കങ്ങ് നിന്നാളമ്മ. നരിയായും പുലിയായും ചെന്നു ഭൂതം, തരികന്റെ കുഞ്ഞിനെ എന്നാളമ്മ. നരിയായും പുലിയായും ചുഴലിക്കാറ്റായും കാട്ടുതീയായും ഒക്കെ ഭൂതം അമ്മയെ പേടിപ്പിക്കാൻ വേണ്ടി മുന്നിൽ വന്നു. അമ്മ പേടിച്ചുവോ? അമ്മയൊരു തരി പോലും ഭയന്നില്ല. അചഞ്ചലയായിട്ട് അവിടെ നിന്നു അമ്മ. ഭൂതം വിചാരിച്ചു അമ്മേനെ പേടിപ്പിച്ച് ഓടിക്കാൻ പ്രയാസ, വേറെന്തെങ്കിലും നമ്പർ ഇളക്കാം, അമ്മയെ പ്രലോഭിപ്പിക്കാം, അമ്മയ്ക്ക് എന്തെങ്കിലും വിലപ്പെട്ട സമ്മാനങ്ങൾ കാണിച്ചു കൊടുത്താൽ അമ്മ ചിലപ്പോൾ അതിൽ വീഴും, നോക്കാം. ഭൂതം എന്ത് ചെയ്തു? തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പാറയുടെ മൂടി തുറന്ന് ഒരു ആലുക്കാസ് ജ്വല്ലറി മൊത്തമായിട്ട് അമ്മയുടെ മുന്നിൽ തുറന്നു വെച്ചു ഭൂതം. പൂതമ കുന്നിന്റെ മേൽമൂടി പാറയെ കൈതപ്പൂ പോലെ പറിച്ചു നീക്കി, കൺചിമ്മുമാറതിൽ പൊന്നും മണികളും കുന്നുകുന്നായി കിടന്നിരുന്നു. പക്ഷെ എന്നാലും ഈ വായനയെ വർദ്ധിപ്പിച്ചെടുക്കാനുള്ള വലിയ പ്രവർത്തനങ്ങൾ വായനശാലകൾ പല രീതിയിൽ നടത്തുന്നുണ്ട്. വായന മരിക്കില്ല, പുസ്തകങ്ങൾ മരിക്കില്ല. പുസ്തകം എന്ന് പറയുന്നത് ലോകത്തെ മുന്നോട്ട് നയിക്കുന്ന മാനവികതയുടെ ആശയങ്ങൾ ലോകമെങ്ങും പരത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. അത് അവസാനിക്കില്ല ഒരിക്കലും. മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒരു സംഗതിയാണ് പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അത് പഠിക്കുന്ന പുസ്തകങ്ങൾ മാത്രമല്ല, ജീവിതം പഠിപ്പിക്കുന്ന സാഹിത്യകൃതികൾ കൂടി മനുഷ്യന് മുന്നോട്ട് പോകണമെങ്കിൽ അനിവാര്യമാണ്.
അപ്പൊ വൈക്കം സത്യാഗ്രഹത്തിന് 100ാം വാർഷികം നമ്മൾ ആഘോഷിച്ചു. കേരളത്തിലെ ചരിത്രത്തെക്കുറിച്ച് ആ സമയത്താണ് നമ്മൾ ആലോചിച്ചത്, ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നല്ലോ. വൈക്കം സത്യാഗ്രഹത്തോടൊപ്പം ചേർത്ത് പറയാവുന്ന മറ്റൊരു രസകരമായ ഒരു കാര്യം അല്ലേ, ചപ്പാത്തി നമുക്ക് ഇഷ്ടം. ആദ്യം പറഞ്ഞത് അതുകൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം നിർഭയമായ സ്വാതന്ത്ര്യ ബോധമാണ്. എന്താ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ? 1947 നമുക്ക് കിട്ടിയതല്ലേ അല്ലേ? അതല്ലേ സ്വാതന്ത്ര്യം? ആണ്ടേക്കൊരിക്കൽ ഒരു ഓഗസ്റ്റ് 15 അരുമയായി നുണയുന്ന മധുരമോ ഭാരതം. അച്ഛൻ പഠിപ്പിച്ച വാചാപ്രസംഗത്തിൽ ഉച്ചത്തിലോതേണ്ട വാക്കിലോ ഭാരതം. വർഷ പരീക്ഷയ്ക്ക് വേഗം വരക്കുന്ന വർണ്ണമേളം കൊണ്ട വരയിലോ ഭാരതം. അങ്ങനെ നമ്മുടെ വായനശാല പ്രവർത്തനം, സാംസ്കാരിക പ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനം ഒക്കെ എല്ലാ മനുഷ്യരും ചേർന്ന് സംഘടിപ്പിക്കുന്ന ജനകീയ ഉത്സവങ്ങൾ, നാടിന്റെ സാംസ്കാരിക കേന്ദ്രങ്ങളായ വായനശാലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടികൾ ഇതുപോലെ തന്നെ ഓരോ നാടിന്റെയും സാംസ്കാരിക രംഗത്തെ സദാ ചലനാത്മകമാക്കി നിലനിർത്താൻ വേണ്ടി കഴിയും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും പരസ്പരം കാണുക. പുസ്തകങ്ങൾ വായിക്കുകയും ചർച്ച ചെയ്യുകയും സംവാദങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്ന അന്തരീക്ഷം വായനശാല മുറ്റത്ത് മാത്രമല്ല, വീട്ടുമുറ്റങ്ങളിലേക്കും വീട്ടകങ്ങളിലേക്കും ഒക്കെ ഇതുപോലെ മനുഷ്യർ ജീവിക്കുന്ന ഇടങ്ങളിലെ കാലത്തെ, ലോകത്തെ അനുഭവങ്ങളെ കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യരായിട്ട് നമ്മളൊക്കെയും മാറണം. അതാണ് ഈ കാലഘട്ടത്തിലെ സാംസ്കാരിക പ്രവർത്തനത്തിന്റെ കൊടിപ്പടമായി മാറേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അല്പം നീണ്ടുപോയി എന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷൻ, ഇന്നിവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയിട്ടുള്ള ശ്രീ CM വിനയേന്ദ്രൻ സാർ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള അഡ്വക്കേറ്റ് KK രത്നകുമാരി, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, സ്വാഗതം ആശംസിച്ച നമ്മുടെ വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീ M സുരേഷ് ബാബു, കൂടുതലായിട്ടൊന്നും സംസാരിക്കാനില്ല. ഇപ്പോൾ നമ്മുടെ വിനേന്ദ്രൻ സാർ പറഞ്ഞ ലാസ്റ്റിലത്തെ പറഞ്ഞൊരു പോയിന്റ് വെച്ചിട്ട് പറയാം. കാരണം ഒരു പ്രദേശത്തെ എല്ലാ ആൾക്കാരെയും കൂട്ടിയിണക്കിക്കൊണ്ടുള്ള, അതായത് വയോജനങ്ങൾ, കുട്ടികൾ, യുവാക്കൾ, സ്ത്രീകൾ, അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ഇത്തരം ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം സാറ് പറഞ്ഞ മാതിരിയുള്ള ഒരു പഴയ കാലഘട്ടത്തിലെ ഓർമ്മകളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നിവിടെ ആദരവ് ഏറ്റുവാങ്ങിയ നമ്മുടെ സച്ചിൻ സുനിൽ, നാഷണൽ ഗെയിംസിൽ കേരള ഫുട്ബോൾ ടീമിന് വേണ്ടി സ്വർണ്ണമെഡൽ നേടിയിട്ടാണ്. സച്ചിൻ സുനിലിൻ്റെ അച്ഛനിവിടെയുണ്ട്. സുനിൽ, അദ്ദേഹം ഒരു ഫുട്ബോൾ ഗോൾ കീപ്പറായിരുന്നു. മയിലിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അരിമ്പറക്ക് വേണ്ടിയിട്ടും ഒരുപാട് മത്സരങ്ങൾ കളിക്കുകയും, അതുപോലെ തന്നെ ഈ സച്ചിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം അത്രയും സപ്പോർട്ട് കൊടുത്തുകൊണ്ട്, നല്ല നിലയിൽ സപ്പോർട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് സച്ചിൻ സുനിലിന് ഇങ്ങനൊരു ഇതിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. മത്സരത്തിൽ 2 ഈവൻറ്റുകളിലായിട്ട് സ്വർണ്ണ മെഡൽ വാങ്ങിയിട്ടുള്ള കുട്ടിയാണ്. നമ്മുടെ പ്രദേശത്തിന് തന്നെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ധ്യാൻവിനെയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള PK വിജയാട്ടൻ, അതുപോലെ തന്നെ ഈ സാംസ്കാരിക സമ്മേളനം വാർഷികവും ആദര സമർപ്പണം നടത്തിയ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ ആരാധ്യായ പ്രസിഡന്റ് ശ്രീമതി അഡ്വക്കേറ്റ് KK രത്നകുമാരി, നല്ലൊരു പ്രഭാഷണം നടത്തിയ നമ്മുടെ പ്രിയ വിനയേന്ദ്രൻ മാഷ്, മറ്റ് വായനശാല പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ യോഗത്തിൻ്റെ ആരാധ്യനായ അധ്യക്ഷൻ PK വിജയന് വായനശാലയുടെയും സ്വാഗതസംഘത്തിൻ്റെയും നന്ദി ഇവിടെ അറിയിക്കുന്നു. അതുപോലെ തന്നെ തിരക്കുകൾക്കിടയിലും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ അല്പം വൈകിയാണെങ്കിലും എത്തിച്ചേർന്ന നമ്മുടെ ആരാധ്യായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരിക്കുള്ള വായനശാലയുടെയും ഈ സ്വാഗത സംഘത്തിൻ്റെയും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ നല്ലൊരു പ്രഭാഷണം എല്ലാ വിഷയങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, പക്ഷേ സമയം കുറഞ്ഞുപോയി, ഞങ്ങളൊരു 1.5 മണിക്കൂറെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഈ വൈകിയ വേളയിൽ മികച്ച രീതിയിൽ കാസർഗോഡ് നിന്ന് വന്ന് നമുക്കത് കേൾക്കാൻ
പറ്റിയില്ലെങ്കിൽ വളരെ ഒരു നഷ്ടമായി തീരുമായിരുന്നു. എന്നാലും വിനയേന്ദ്രൻ മാഷ് നല്ല രീതിയിൽ തന്നെ 1 മണിക്കൂറെടുത്ത് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ അന്ന് മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്ന നമ്മുടെ വിഷയങ്ങളെല്ലാം ആസ്പദമാക്കി വളരെ നല്ല രീതിയിൽ ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. വിനയേന്ദ്രൻ മാഷക്കുള്ള നന്ദി സ്വാഗതസംഘത്തിൻ്റെയും സംഘാടക സമിതിയും വായനശാലയുടെയും പേരിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ആദരം ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിച്ചേർന്ന സ്പോർട്സ് കൗൺസിലിന്റെ ജില്ലാ സെക്രട്ടറി ബാബു പണ്ണേരി, ഫുട്ബോൾ ടീമിന്റെ നമ്മുടെ പ്രിയങ്കരനായ മയ്യിൽ നാട്ടുകാരൻ പ്രിയങ്കരനായ സച്ചിൻ സുനിലിന്റെ അച്ഛൻ ശ്രീ സുനില്, അതുപോലെ തന്നെ കരാട്ടെ സ്വർണ്ണ മെഡലും വെള്ളി മെഡലും നേടിയ പ്രിയപ്പെട്ട ധൻവിൻ എന്നിവർക്കുള്ള നന്ദിയും ഇവിടെ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച നമ്മുടെ പഞ്ചായത്ത് മെമ്പറും സ്വാഗതസംഘത്തിന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള EM സുരേഷ് ബാബുവിനുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ വായനശാല പ്രവർത്തകർ, നമ്മുടെ നാട്ടുകാർ, മറ്റെല്ലാവർക്കും വായനശാലയുടെ പേരിലും സ്വാഗതസംഘത്തിന്റെ പേരിലുമുള്ള നന്ദിയും അറിയിക്കുന്നു.